الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ മഹല്ല് നിവാസികളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് സംഘടിത സക്കാത്ത് സെല്ല് വേണം എന്ന കാര്യമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതും കേട്ടതും. അള്ളാഹു മനുഷ്യർക്കിടയിൽ നടത്തുന്ന സമ്പദ് വിതരണ രീതിശാസ്ത്രം അത്ഭുതകരമാണ്. ആലോചിക്കും തോറും നാം അത്ഭുതപ്പെട്ടു പോകുന്ന പല യുക്തികളും അള്ളാഹുവിൻ്റെ സമ്പദ് വിതരണ രീതിയിലുണ്ട്. കൊടുക്കുന്നവനും വാങ്ങുന്നവനും, കൂടിയവനും കുറഞ്ഞവനും ഒക്കെ മനുഷ്യരാണ്, അഭിമാനമുള്ളവരാണ്. എങ്ങനെയെങ്കിലും അധ്വാനിച്ച് സ്വന്തം ചെലവിൽ ജീവിച്ചു പോകണം എന്ന ആഗ്രഹമുള്ളവരാണ്, ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ്. പക്ഷെ ചില ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടും പണിയെടുത്തിട്ടും അവർക്കവരുടെ അത്യാവശ്യത്തിനുള്ളത് ലഭിക്കുന്നില്ല. ചിലരാകട്ടെ അവർക്ക് അത്യാവശ്യത്തിനുള്ളത് കിട്ടി, മറ്റു ചിലർക്ക് ആവശ്യത്തിനുള്ളത് കൂടി കിട്ടി, വേറെ ചിലർക്ക് ആവശ്യത്തിലധികവും കിട്ടി. ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് മറ്റെല്ലാ വിഷയങ്ങൾ എന്ന പോലെ അല്ലാഹു തആല സാമ്പത്തിക രംഗത്തും മനുഷ്യവർഗത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. പരസ്പരം പല നിലക്കും അവര് ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ധനമെന്ന നിലക്കൊരു യോഗ്യതയല്ല. അതുപോലെ തന്നെ ധനം കുറഞ്ഞുപോയി എന്നത് അയോഗ്യതയുമല്ല. ഒരാൾക്ക് ധനമുണ്ട് എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ മക്കളുണ്ട് എന്ന് കരുതി അത് അദ്ദേഹത്തെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യവുമല്ല. ധനമെന്ന നിലക്ക്, മക്കളെന്ന നിലക്ക് അതില്ലാത്തത് കൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന പ്രശ്നവുമില്ല. മറിച്ച് അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്നിടത്താണ് വിഷയം കിടക്കുന്നത്.
അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉപയോഗപ്പെടുത്തിയാൽ അടുക്കാം, സ്വർഗം വാങ്ങാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്ന് അകന്ന് നരകത്തിലുമാകാം. ഇത് രണ്ടിനും പറ്റുന്ന ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് അള്ളാഹു താല നമുക്ക് ധനം നൽകിയിരിക്കുന്നത്. അള്ളാഹു ഖുർആനിൽ ആ കാര്യം പറയുന്നു. വമാ അംവാലുക്കും വല ഔലാദുക്കും ബില്ലത്തി തുഖർറിബുക്കും ഇൻദല്ലാഹി സുൽഫ. നിങ്ങളുടെ ധനമോ സന്താനങ്ങളോ നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, അവന്റെ സാമീപ്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന വസ്തുക്കളല്ല. അതുണ്ട് എന്നതുകൊണ്ട് മാത്രം, ധനമുണ്ട്, സന്താനങ്ങളുണ്ട് എന്നതുകൊണ്ട് മാത്രം അതുള്ളവർ അള്ളാഹുവുമായി അടുത്തവർ, അല്ലാത്തവർ അകന്നവർ, അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതിൽ മനുഷ്യരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് വിഷയം. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നത് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിസ്ന എന്നാണ്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും പരീക്ഷ വസ്തുക്കളാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. അതിനെ വിനിയോഗിക്കേണ്ട വിധം, അതാണ് അതിൻ്റെ ഉടമകൾ അതുവഴിയാണ് വിജയപരാജയത്തിലേക്ക് എത്തിക്കുന്നത് എന്ന കാര്യമാണ് ഖുർആൻ പറയുന്നത്. ഓരോ വ്യക്തിക്കും ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒരു പ്ലാൻ ഉണ്ടാകും. ആ പ്ലാൻ ഒരു പക്ഷേ ഇവിടെ സുരക്ഷിതമായി നല്ലോണം സുഖിച്ച് ആസ്വദിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും അങ്ങ് ജീവിച്ചു പോകണം, അതിന് പണിയെടുക്കണം, പൈസ ഉണ്ടാക്കണം. ഇതൊരു പ്ലാനാണ്. മറ്റു ചില ആളുകൾക്കൊരു പ്ലാൻ ഉണ്ട്, ഇവിടെയും ആസ്വാദനം വേണം, അതുപോലെ പരലോകത്തും വേണം. പാരത്രിക ജീവിതത്തിൽ സുഖവും സൗകര്യവും ലഭിക്കേണ്ടത് എൻ്റെ ഈ സമ്പാദ്യം കൊണ്ടും ആരോഗ്യം കൊണ്ടൊക്കെ തന്നെയാണ്. എനിക്കിവിടെയും വേണം, ആഖിറത്തിലും വേണം. ഈ രണ്ട് വിധത്തിലുള്ള പ്ലാനിങ്ങിലൂടെ ജീവിക്കുന്ന ആളുകളുണ്ട് എന്നാണ് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു പറയുന്നു ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ. മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ, അവർ പറയും ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് ദുനിയാവിൽ തരണേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എപ്പോഴും ദുആ ചെയ്യുന്ന സമയത്ത് ഒരു ദുനിയാവിന്റെ കാര്യം മാത്രം തരണേ എന്ന പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അവരുടെ ചിന്ത അതാണ്, അവർ അതിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത്. അവരുടെ മെയിൻ വിഷയം ഈ ഐഹിക ജീവിതമാണ്. അങ്ങനെയുള്ള ആളുകൾ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് ആഖിറത്തിലൊന്നും ഉണ്ടാവില്ല. എന്നാൽ വമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ യഖൂലു, അവർ പറയും റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഞങ്ങൾക്ക് ദുനിയാവിലും നല്ലത് വേണം, ആഖിറത്തിലും നല്ലത് വേണം, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണം. ഇതവരുടെ മാനസികാവസ്ഥയാണ്. അതിനു വേണ്ടിയാണ് അവർ ചെലവാക്കുന്നത്. അത് തന്നെയാണ് അവരുടെ പ്രവർത്തനത്തിന് നിയമിച്ച് കാണുന്നത്. ആ ഒരു പദ്ധതിയുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അങ്ങനത്തെ ആളുകൾ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. അവർ സമ്പാദിച്ചതിന്റെ ഒരു വലിയ വിഹിതം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നാളെ പാരത്രിക ലോകത്ത് അവരെ അല്ലാഹു വെറുതെയാക്കുകയില്ല. അപ്പോൾ വളരെ വ്യക്തമായി നമ്മുടെ ധനം എന്ന് പറയുന്നത്, അത് ധനം എന്ന നിലക്ക്, നമ്മുടെ സമ്പാദ്യം എന്ന നിലക്ക് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന സംഗതിയൊന്നുമല്ല. മറിച്ച് ധനം കൊണ്ട് അള്ളാഹുവിലേക്ക് ധനമുള്ളവർ അടുക്കണം, അതിനു വേണ്ടി ഉപയോഗിക്കണം എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സമ്പന്നൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ തീരുമാനിച്ചാൽ ദരിദ്രരായ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് മേഖലയിലേക്ക്, ഉന്നത മേഖലകളിലേക്ക് അദ്ദേഹത്തിന് പാരത്രിക ലോകത്ത് എത്തിപ്പെടാൻ കഴിയും. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു പാവപ്പെട്ട മുഹാജിർ, ഹിജ്റ വന്ന വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പണക്കാരുണ്ട്, കഴിവുള്ള ആളുകളുണ്ട്, അവരും നിസ്കരിക്കുന്നു, ഞങ്ങളും നമസ്കരിക്കും, അവര് നോമ്പ് നോൽക്കുന്നു, ഞങ്ങളും നോമ്പ് നോൽക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പലതും അവർ ചെയ്യുന്നുണ്ട്. അവർ ഹജ്ജ് ചെയ്യുന്നു, അവർ ഉംറ ചെയ്യുന്നു. ഇസ്ലാമിൽ ധർമ്മസമരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് സംഘടിപ്പിക്കാനും മറ്റും അവരുടെ സമ്പത്ത് അവർ വിനിയോഗിക്കുന്നു.
അതുപോലെ അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു. ഇതുപോലുള്ള എല്ലാ സംഗതികളും സമ്പന്നരാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്കല്ലേ അതിന്റെ ഒക്കെ കൂലി കിട്ടുക, ഞങ്ങൾക്കതൊന്നും ഇല്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് അവരുടെ ഒപ്പമെത്താൻ, നിങ്ങളുടെ പിൻഗാമികളുടെ മുന്നിൽ നിങ്ങൾ ഉണ്ടാകാൻ ഞാൻ നിങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരാം. നമസ്കാര ശേഷം കൃത്യമായി ചൊല്ലാറുള്ള 33 തവണ നമ്മൾ ചൊല്ലി വരുന്ന സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇവര് വന്നിട്ട് പറയാണ്, റസൂലേ ഞങ്ങളിത് ചൊല്ലാൻ തുടങ്ങി, എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നേരത്തെ പറഞ്ഞ സമ്പന്നരായ ആളുകളും ഇത് തന്നെ അവരും ആവർത്തിക്കുന്നുണ്ടല്ലോ, അവരും ചൊല്ലുന്നുണ്ടല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി, ദാലിക ഫളിലുല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഫളിലല്ലേ, യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ കൊടുക്കുന്നതല്ലേ, ഞാൻ എന്ത് പരിഹാരം പറഞ്ഞു തരാനാണ്? അപ്പൊ സമ്പത്ത് ഉണ്ടാവുകയും ആ സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവാക്കാനുള്ള തൗഫീഖ് അതുകൂടി അല്ലാഹു തആല കൊടുക്കുന്നത് അത് റബ്ബിന്റെ ഫളില. ആ ഫളില് സമ്പത്തില്ലാത്തവർക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സമ്പത്തില്ലാത്തവർക്ക് സ്വർഗത്തിൽ പോകാനുള്ള മാർഗമോ അവരുടെ ദാരിദ്ര്യമാണ് മാർഗം. സമ്പത്തുള്ളവർക്ക് അവരുടെ ഐശ്വര്യമാണ് സ്വർഗത്തിൽ പോകാനുള്ള മാർഗം. ഓരോരുത്തർക്കും അതിന്റെ മാർഗമാണ് അള്ളാഹു കൊടുത്തത്. ഫഖീറിന് സ്വർഗത്തിൽ പോകാനുള്ള മാർഗം അത് സമ്പന്നന് കിട്ടൂല, കാരണം അവർക്ക് സമ്പത്തുണ്ടല്ലോ. ഫഖീറിന് സ്വർഗത്തിൽ പോകാനുള്ള മാർഗം എന്താ? ഖനാഅയാണൊന്ന്, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക, പരാതി പറയാതിരിക്കുക. അതുപോലെ തന്നെ ദാരിദ്ര്യമുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന തവാളു, വിനയം, അള്ളാഹുവിലേക്കുള്ള മാനസികമായ അടുപ്പം, അള്ളാഹുവിലേക്കുള്ള ആവശ്യ തേട്ടം, ഇതൊക്കെ കൂടുതൽ ഉണ്ടാവുക സമ്പന്നനെ അപേക്ഷിച്ച് ദരിദ്രരായ ആളുകൾക്കാണ്. അവരുടെ ആ മാനസികാവസ്ഥ വെച്ചിട്ട് അള്ളാഹുവിലേക്ക് അവരെടുക്കുന്നത് പോലെ സമ്പന്നൻ എടുക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ വിതരണ രീതി അത് നീതിപൂർവമാണ്, തുല്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു മനുഷ്യൻ എന്താണോ കിട്ടിയത് അതുകൊണ്ട് സ്വർഗത്തിൽ പോകണം. തെറ്റ് ചെയ്തു പോയ ഒരു മനുഷ്യൻ ആ തെറ്റ് കൊണ്ട് അവന് സ്വർഗത്തിലേക്ക് പോകാം. ഒരു സൽക്കർമ്മം ചെയ്ത മനുഷ്യൻ ആ സൽക്കർമ്മം കൊണ്ട് ഒരു പക്ഷേ അവന് നരകത്തിലേക്കും പോകാം. സലഫു സാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാ തെറ്റുകൊണ്ട് സ്വർഗത്തിലേക്ക് പോവുക? ജീവിതത്തിൽ ഒരു വേള ഒരു ദുർബല നിമിഷത്തിൽ എന്തോ ഒരു തെറ്റ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ആ തെറ്റിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് മുഴുവനും അവൻ മനസ്സ് പൊട്ടിക്കരയാണ്, അള്ളാഹുവിനോട് തൗബ ചെയ്യാണ്. പടച്ചോനെ, നീ എനിക്ക് പുറത്തു തരണം, സംഭവിച്ചു പോയി. വലിയ അടുപ്പാണ് അള്ളാഹുവുമായി. ആ അടുപ്പത്തിന്റെ കാരണമായത് അവൻ ചെയ്ത ആ തെറ്റാണ്. അത് വഴി അവന്റെ പാശ്ചാത്താപവും അവന്റെ മാനസികമായ അടുപ്പവും അതിന്റെയൊക്കെ വില കണക്കാക്കിയിട്ട് അവനെ സ്വർഗത്തിലേക്ക് അയക്കുന്നു റബ്ബ്. നേരെ മറിച്ച് ഒരു വ്യക്തി ചെയ്ത ഏതെങ്കിലും ഒരു സൽക്കർമ്മം, ആളുകൾ അറിയുന്ന ഏതെങ്കിലും ഒരു സൽക്കർമ്മം, ഹജ്ജാകട്ടെ അതുപോലുള്ള മറ്റെന്ത് പ്രവർത്തനങ്ങളാകട്ടെ, ഇടയ്ക്കിടെ അതിങ്ങനെ എടുത്തു പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പൊങ്കച്ചെന്നടിക്കുന്ന സ്വഭാവക്കാരനാണ്. അതിങ്ങനെ പർവ്വതീകരിച്ച് പറയുകയാണ്. അതുകൊണ്ട് റിയാവ് വന്നു, ലോകമാന്യം വന്നു, അതിന്റെ കൂലിയും ബാത്തിലാക്കി. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടി ചെയ്യേണ്ട പ്രവർത്തനം കൊണ്ട് പൊങ്ങച്ചെന്നടിച്ചിട്ട് നരകത്തിലേക്ക് പോകുന്ന പ്രവണതയുണ്ടായി. അപ്പൊ ഒരു മനുഷ്യൻ അള്ളാഹു എന്താണോ കൊടുത്തത് ആ കൊടുത്തത് കൊണ്ട്, ആ കിട്ടിയത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പരിശ്രമിക്കണം. ഇതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ലോകത്തിന്റെ നിലനിൽപ്പ്, ഒരു പ്രദേശത്തിന്റെ നിലനിൽപ്പ് ആ പ്രദേശത്തുള്ള പാവങ്ങളെ കൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്.
ദാരിദ്ര്യം അല്പമുണ്ടായി, ആവശ്യങ്ങളുണ്ടായി, ഇഷ്ടം പോലെ സമ്പത്തുണ്ടായില്ല, പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. പഴയ കാലത്തൊക്കെ നമ്മൾ വയറ് കേൾക്കുമ്പോ നമ്മൾ കേൾക്കാറില്ലേ, ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസിബിയത്തും മിനൽ യതാമാറുല്ലഉ വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബ്ഹാനലൈകുമുൽ അദാബുൽ ഔജഉ. ഈ ഊന്നുപിടിയും പഠിച്ച് നടക്കുന്ന വൃദ്ധന്മാരില്ലേ, ആ വൃദ്ധന്മാര് നിങ്ങളുടെ കൂട്ടത്തിലില്ലെങ്കിൽ, മുല കുടിക്കുന്ന ബലഹീനരായ പരസഹായം ആവശ്യമുള്ള പിഞ്ചു പൈതങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, അതുപോലെ നാളത്തേക്കുള്ള ആഹാരം സജ്ജീകരിച്ച് വെക്കാതെ കിട്ടിയത് നിന്ന് ആഹരിച്ച് നടക്കുന്ന നാൽക്കാലി മൃഗങ്ങളില്ലെങ്കിൽ, വെറും എല്ലാം തികഞ്ഞു എന്ന നിലക്ക് തോന്നിവാസികളായി നടക്കുന്ന ആളുകൾ മാത്രമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരുമായിരുന്നു എന്ന് ഹദീസുകളുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മോട് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്, നിങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത്, നിങ്ങളുടെ ഐശ്വര്യത്തിന് നിമിത്തമാകുന്നത്, അത് നിങ്ങളുടെ മുഅഫാ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഫുഖറാ, കഴിവില്ലാത്ത പാപങ്ങളായ ആളുകൾ, അവരുടെ പ്രാർത്ഥന, അവരുടെ മാനസികാവസ്ഥ, അത് മനുഷ്യന്റെ നിലനിൽപ്പിന് വളരെ അനിവാര്യമാണ് എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രായമുള്ള ആളുകൾ, അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ശാരീരികമായി തളർന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടു, അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നിരവധി രോഗങ്ങൾ അവരെ പിടികൂടിയിരിക്കുകയാണ്. നിൽക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, ഒന്ന് കിടക്കാൻ കഴിയുന്നില്ല. നേരത്തെ പോലെ ആരോഗ്യമുള്ള സമയത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മാറി മാറി വേദനകൾ ഉണ്ടാവുകയാണ്. ഒരു ദിവസം കാലിന്, അടുത്ത ദിവസം കൈക്കാണ്, ഇന്നലെയില്ല ഇന്നുണ്ട്. ഈ രൂപത്തിൽ വേദനകൾ മാറി മാറി അനുഭവിക്കുന്ന പ്രായം ചെന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ അവരുടെ മാംസപേശികളെല്ലാം തകർന്നിട്ട് എല്ലും തൊലിയുമായി അവരുടെ ശരീരം മാറിയിട്ടുണ്ട്. ഈ രൂപത്തിൽ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആളുകൾക്ക് ആരോഗ്യമുള്ളവരുടെ സഹായവും പരിചരണവും ആവശ്യമുണ്ട്. അതുപോലെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സമ്പത്തുള്ളവരുടെ സഹായവും പരിചരണവും ആവശ്യമുണ്ട്. കാലിന് തന്നെ താങ്ങാനാകാത്തത് കൊണ്ട് ഊന്നുവടിയേന്തി നടക്കുന്ന വൃദ്ധന്മാർക്ക് മക്കളുടെ സാന്ത്വനം ആവശ്യമുണ്ട്, മറ്റുള്ളവരുടെ സാന്ത്വനം ആവശ്യമുണ്ട്. കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ, കേൾവി നഷ്ടപ്പെടുന്ന അവസ്ഥ, കേൾവി കൂടുതലുള്ളവരുടെ, കാഴ്ചയുള്ളവരുടെ സഹായം ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഇതെല്ലാം പരസ്പരം കൈമാറി ഷെയറായി ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരൊറ്റ സമുദായമായി, ഒരൊറ്റ സമൂഹമായി, ഐശ്വര്യമുള്ള സമൂഹമായി ജീവിക്കണേ എന്നതാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. അത് തന്നെയാണ് റസൂലുള്ളാഹി നമ്മെ ഉപദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ കണക്കാക്കപ്പെടുന്നത്. അള്ളാഹു നല്ല രീതിയിൽ സ്വർഗാവകാശികളുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവല് ചോദിക്കണം. ദാരിദ്ര്യം അത്ര നല്ല ഏർപ്പാടൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു നമ്മോട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്ർ. അല്ലാഹുവേ, അവിശ്വാസം വന്നു പോകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു. വൽ ഫഖർ,
ദാരിദ്ര്യം ഉണ്ടാകുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവല് ചോദിക്കും. പിന്നെ രാബിൽ ഖബർ, ഖബർ ശിക്ഷയെ തൊട്ടും കാവല് ചോദിക്കും. അപ്പൊ ഖബർ ശിക്ഷ, ദാരിദ്ര്യം, കുഫർ, ഇതിൽ നിന്നെല്ലാം ഏത് സമയവും അള്ളാഹുവിനോട് കാവല് ചോദിക്കാം. ദാരിദ്ര്യം എന്ന സ്വഭാവം സമ്പന്നനും ദരിദ്രർക്കും എല്ലാം ആവശ്യമുള്ള ഒരു ദാരിദ്ര്യമുണ്ട്. ആ ദാരിദ്ര്യം ഒരു മുഅ്മിനായ മനുഷ്യൻ ആവശ്യവുമാണ്. ആ നിലക്ക് നമ്മളെല്ലാവരും ദരിദ്രരുമാണ്. അള്ളാഹു പറയുന്നു ഖുർആനിൽ, യാ അയ്യുഹന്നാസോ, മനുഷ്യരെ, അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ ഫുഖറാ ആണ്, ഫഖീറന്മാരാണ്, അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള ആളുകളാണ്. ഈ ഒരു മാനസികാവസ്ഥ നിരുപാധികമായി ഗനിയ്, ധനികൻ എന്ന് പറയാൻ കഴിയുന്നത് അല്ലാഹ് മാത്രം. വല്ലാഹു ഹുവൽ ഗനി, ഗനിയ് അല്ലാഹ് മാത്രമേ ഉള്ളൂ. എനിക്ക് അള്ളാഹു വേണമെന്നല്ല, അള്ളാഹു ഇല്ലാതെ ഒന്നും നടക്കില്ല. ഒരു നിമിഷം പോലും എനിക്ക് അള്ളാഹുവിന്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യവും ചിന്തയും പ്രാർത്ഥനയും നിരന്തരമായി ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണം എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ആ ഒരു ദാരിദ്ര്യം വേണം. അതുപോലെ തന്നെ ആ ഒരു ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ വിനയാന്വിതരാവുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ മുൻഗാമികൾ പറയാറുണ്ടായിരുന്നു, പ്രഗത്ഭരായ ആളുകൾ തന്നെ, അനൽ ഫഖീറു ഇലാ റബ്ബിൽ ബരിയാത്തി, അള്ളാഹിനോട് പറയാ, എല്ലാ സൃഷ്ടികളുടെയും നാഥനായ അള്ളാഹുവിലേക്ക് വലിയ ആവശ്യക്കാരനായി നിൽക്കുന്നവനാണ് ഞാൻ. അനൽ മുസൈക്കീനു ഫീ മജ്മൂഇ ഹാലാത്തി, എന്റെ എല്ലാ അവസ്ഥയിലും ഞാൻ മിസ്കീനാണ്, ഒരു ചെറിയ പാവമാണ്. ഞാൻ അള്ളാഹുവിലേക്ക് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ലാ അസ്തതിഉ ലിനഫ്സി ജൽബ മൻഫഅതി, എന്റെ ശരീരത്തിന് ഒരു ഉപകാരവും കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല. വലാ അനിൻ നഫ്സി ലി ദഫ്അൽ മളറാത്തി, ഒരു ഉപദ്രവവും എനിക്ക് വേണ്ട എന്ന് മനസ്സിലാക്കി തട്ടിക്കളയാനും എനിക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ പരിചരണം ഏത് സമയത്തും എനിക്കുണ്ടാകണം. വൽ ഫഖറു ലി വസ്ഫു ദാത്തിൽ ലാസിമുൻ അബദ, ആ ആവശ്യമെന്നത്, അള്ളാഹുവിലേക്കുള്ള ആവശ്യമുള്ള മാനസികാവസ്ഥ, അതെപ്പോഴും എന്റെ കൂടപ്പിറപ്പായ എന്റെ വിശേഷണമാണ്. കമൽ ഗിനാ അബദൻ വസ്ഫുൽ ലഹു ദാത്തി, ഗനിയാവുക എന്നത്, നിരാശ്രയനാവുക എന്നത് അതെന്റെ റബ്ബിന്റെ വിശേഷണമാണ്. അതൊരിക്കലും എന്റെ വിശേഷണമല്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ വിനയാന്വിതരായി ജീവിക്കാനാണ് നമ്മുടെ മുൻഗാമികൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി നടത്തേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. റസൂല് പഠിപ്പിച്ച പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്നവനെ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനെ. ആ വിളിയിൽ തന്നെ എന്റെ കാര്യമൊന്നും നിയന്ത്രിക്കുന്നത് ഞാനല്ല എന്ന ഒരാശയം വന്നു കഴിഞ്ഞു. എല്ലാം നിയന്ത്രിക്കുന്നവനെ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുകയാണ്. നിന്നോടൊരു സഹായം ചോദിക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. നിന്റെ കാരുണ്യം, നീ എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നവനാണല്ലോ, അത്രയും വലിയ റഹ്മത്തുള്ളവനാണല്ലോ. ആ റഹ്മത്ത് വെച്ച് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു, അസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ എല്ലാ കാര്യവും നീ നേരെയാക്കി തരണം. എന്റെ വീടിന്റെ കാര്യം, എന്റെ കുടുംബത്തിന്റെ വിഷയം, എന്റെ കുട്ടികളുടെ വിഷയം, എന്റെ കച്ചവടം, എന്റെ ബിസിനസ്, എന്റെ ജോലി, എന്റെ ദുനിയാവ്, എന്റെ ആഖിറം, എന്റെ അഅ്മാല്, എന്തെല്ലാം ഉണ്ടോ ഒക്കെ നീ നന്നാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തറഫത്തായി, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും അല്ലാഹ് എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ, നിന്റെ കാര്യം നീ നോക്കിക്കോ എന്ന് എന്നോട് പറയരുതേ. അള്ളാഹിനോട് പറയാ, ഒരു നിമിഷം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത്. എന്റെ കാര്യം മുഴുവനും ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്.
നീ അത് നല്ല രീതിയിൽ നടത്തി തരണം. ഇതാകണം ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ്. ഇതാണ് തവക്കുല്, ഇതാണ് പ്രാർത്ഥന. അറബി അറിയില്ലെങ്കിൽ മലയാളത്തിൽ പറയാം അള്ളാഹുവിനോട്. ഇതിന്റെ ആശയം പറയണം അള്ളാഹുവിനോട്. അള്ളാഹുവേ, എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുതേ. ഞാൻ എന്റെ കാര്യം കൈകാര്യം ചെയ്താൽ നശിച്ചു പോകും. എനിക്ക് സ്വർഗം കിട്ടൂല, എനിക്ക് ആഖിറത്തിൽ വിജയിക്കാൻ കഴിയില്ല, എനിക്ക് ദുനിയാവിൽ വിജയിക്കാൻ കഴിയില്ല. എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ പരാജയപ്പെടും. അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കരുത്, നീ നടത്തി തരണം. എന്നെ കൊണ്ട് നമസ്കരിപ്പിക്കണം, എന്നെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. എനിക്ക് നീ നല്ല മനസ്സ് തരണം, എനിക്ക് നീ വിജയം തരണം, എനിക്ക് നീ വിനയം തന്ന് വിജയം തന്ന് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. എന്നെ നീ നിയന്ത്രിക്കണം. ഇത് അള്ളാഹുവിനോട് പറയണം, ആത്മാർത്ഥമായി പറയണം. അങ്ങനെ തവക്കുലാക്കുന്ന മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. ഏൽപ്പിച്ചത് അള്ളാഹുവിനെയാണ്. അള്ളാഹു വഞ്ചിക്കുകയില്ല, അള്ളാഹു വാഗ്ദത്തം ലംഘിക്കുകയില്ല, അള്ളാഹു വെറുതെയാക്കില്ല. ആ രൂപത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ സാധുക്കളായ ദാസന്മാരാണ്. ഞങ്ങളുടെ കാര്യം ഞങ്ങളെ ഏൽപ്പിക്കരുതേ റഹ്മാനെ. നല്ല രീതിയിൽ നടത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ നാട്, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം ഏറ്റവും നല്ല രീതിയിൽ നടത്തി തരണേ റഹ്മാനെ. ഒരു നിമിഷം പോലും ഞങ്ങളിലേക്ക് ഏൽപ്പിക്കരുതേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണേ റഹ്മാനെ. നീ തൃപ്തിപ്പെടുന്നത് കൂടുതൽ ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ വെറുക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, പരിഹരിക്കണേ റഹ്മാനെ. ശിഫ നൽകണേ റഹ്മാനെ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ തന്നതിന് ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.